ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്കൊരു യോക്ക് മോഡൽ ഫ്രോക്ക് തയ്ക്കാം കേട്ടോ. ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിക്കുള്ളതാണ്. ഇതാ 2 ക്ലോത്താണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. 11 ഇഞ്ച് നീളവും 11 ഇഞ്ച് തന്നെ വീതി എടുത്തിട്ടുള്ളത്. അതിൻ്റെ യോക്കിൻ്റെ ഭാഗത്തേക്കുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച് വീതിയും നീളവും ഒരേപോലെ എടുക്കുക. 2 പീസാണ്. ഇനി അതിനെ ആദ്യം ഒന്ന് സെൻറ്റർ ഇങ്ങോട്ട് മടക്കുക, പിന്നെ ഒന്നുകൂടെ മടക്കുക, ഇതുപോലെ മടക്കി വെക്കുക. ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ അളവെടുത്ത് തുടങ്ങാം. അപ്പം നെക്കിൻ്റെ ഭാഗത്തേക്കുള്ളതാണ് 1.5 ഇഞ്ച് കൊടുക്കുക. 1.5 ഇഞ്ചിൽ നമുക്കിങ്ങനെ കൊടുക്കുക. അത് ചുറ്റുഭാഗം ഇതുപോലെ കൊടുക്കുക. ഇതുപോലെ ടാപ്പ് ഇങ്ങനെ മാറ്റി പിടിച്ചിട്ട് 1.5-1.25 ഇഞ്ചൊക്കെ എടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്യുക. റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഭാഗത്തേക്കും ലെങ്ത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ചെയ്യണേ. എന്താ അപ്പോൾ യോക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് 4.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കണേ. 4.5 ഇഞ്ചിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് അളവെടുത്ത് വരാം. അപ്പോൾ ഫുള്ളായിട്ട് 4.5 ഇഞ്ചിലെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്യുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടും ഇതുപോലെ ഒരു പിൻ കുത്തി വെക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറണ്ടെന്ന് എഴുതിയിട്ട് ഒരു പിന്ന് കുത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഒരു റൗണ്ടായിട്ടുള്ള 2 പീസ് കിട്ടും. ഇന്ന് ഇതാ ഫുള്ള് റൗണ്ടിൽ. അപ്പോൾ അതിൽ ഒരു ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് ഒരു ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിൽ കൊളുത്തൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത്. ഇതുപോലെ നമുക്ക് നല്ല വശവും ചേർത്തിട്ട് ഇതുപോലെ വെക്കുക. നല്ല വശവും ചേർത്ത് ഒരുപോലെ വെക്കുക. ഇനി നമുക്ക് ഞാൻ ഈ വരക്കണത് പോലെ തയ്ച്ചെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. ആ കട്ട് ചെയ്തതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ ഓപ്പൺ കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം മൊത്തത്തിൽ ഇതുപോലെ അടിച്ച് വരിക. ഒരു തലക്കന്ന് അടിച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കുക. അതുപോലെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്, തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫുള്ള് തയ്ച്ച ഭാഗത്ത് എല്ലാ ഭാഗത്തും ഓരോരോ കട്ടിട്ട് കൊടുക്കുക. ഒരു ഭാഗം മാത്രം ഇതാ ഇതുപോലെ ഓപ്പണിങ് ഉണ്ടാവും. മറ്റു ഭാഗത്തൊക്കെ ഇതുപോലെ ഫുള്ള് കട്ടിട്ട് കൊടുക്കുക. നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ തിങ്ങിക്കൂടി നിൽക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മറിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് നമുക്ക് പുറത്തേക്ക് മറിച്ചെടുക്കാം. നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന കോലത്തിൽ ആക്കിയെടുക്കുക.
ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗമൊക്കെ കോണിലെ എല്ലാ ഭാഗത്തും നല്ല നീറ്റാക്കി എടുക്കുക. ഇതുപോലെ ശരിയാക്കി വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞുണ്ട്. ഇനി ഇത് രണ്ടും ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കണ്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്, മറ്റേത് ബാക്കിലേക്കോ എന്ന രീതിയിൽ വെക്കാം. ഇനി നമുക്ക് താഴത്തെ വശത്തേക്കുള്ള ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ക്ലോത്തിന് ഞാൻ 2 ക്ലോത്താണ് ഇട്ടത്. അത് ഒന്ന് മടക്കി കൊടുത്തതാണ്, സെൻറ്റർ മടക്കിയിട്ട്. അപ്പോൾ ലെങ്ത്ത് ഞാൻ 15 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീതി ഇങ്ങനെ ഒന്ന് മടക്കിയതാണ്, അപ്പോൾ 15 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ വീതി നമുക്ക് 30 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. 30 ഇഞ്ച് വീതിയിലും 15 ഇഞ്ച് നീളത്തിലുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ മടക്ക് ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഭാഗത്ത് 4 പീസായിട്ടായിരിക്കും എടുക്കുക. ആ മടക്ക് ഭാഗത്താണ് നമുക്ക് അളവെടുക്കാനുള്ളത്. ഈ അറ്റത്ത് നമുക്കിതുപോലെ 2 ഇഞ്ച്, 2 ഭാഗത്തേക്ക് 2 ഇഞ്ച് വെച്ചെടുത്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതുപോലെ സ്ക്വയർ വരയ്ക്കുക. ഇനി ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തുകൊണ്ട് 2 പീസും നമ്മളിവിടെ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളതാണ്. വലിയ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം, അതാണ് എളുപ്പം. പിന്നെ ഒരു 4 ചെറിയ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് അളവിൽ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിൽ നമുക്കിതിൻ്റെ 4 സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കുക, ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ യോക്കിൻ്റെ ഭാഗത്തുനിന്ന് 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. 2 സൈഡിലേക്കും ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നൂല് മാത്രം ഇങ്ങനെ വലിച്ചെടുത്താൽ നല്ല ഫ്രില്ലായിട്ട് വരും. ഇതാണ് ഏറ്റവും എളുപ്പം കേട്ടോ, ഫ്രില്ലിടാനുള്ള ഏറ്റവും എളുപ്പമാണ്. ലോങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വെക്കുക. നല്ല വശത്തേക്ക് ബാക്ക് വശത്തേക്ക് ഇതുപോലെ ഉള്ളിലെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ആ വരച്ച അളവിൽ അതേപോലെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ഇതിനൊരു ചെറിയൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി വരുമ്പോഴാണ് നമ്മളെ ഫ്രോക്കിന് ഭംഗി കൂടുന്നത്. അതിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് രണ്ടും യോജിപ്പിക്കുക. താഴെ ഭാഗം ഒന്ന് അടിച്ചെടുക്കാൻ തന്നെ ഉള്ളൂ.
ഇതാ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഒരു ഹുക്കും അയ്യും വെച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ മോൾക്കാണ് ഞാൻ അടിച്ചത്, അത് അവളിട്ടിട്ടുള്ള ഫോട്ടോ ആണിത്. ഇഷ്ടമായി ഒന്ന് ലൈക്ക്